ബേസി ദ ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തായ്ലാൻഡ് കാഴ്ചകളുടെ ലാസ്റ്റ് ഡേ ആണ്. വാക്കിംഗ് സ്ട്രീറ്റിലേക്കൊന്ന് പോകണം. ഞങ്ങൾ റൂമിന് പുറത്തേക്ക് നടന്നു. സ്വിമ്മിംഗ് പൂളിൽ ഇപ്പോഴും ആളുകൾ കുളിച്ചുകൊണ്ടിരിക്കുന്നു. വൈകുന്നേരമാണ് വാക്കിംഗ് സ്ട്രീറ്റിലെ ഫുഡ് കോർട്ടുകൾ സജീവമാവുകയുള്ളൂ. കൊഞ്ച, ചിക്കൻ എന്നിവ മാവിൽ മുക്കിയെടുത്ത ഐറ്റമാണ് കാണുന്നത്. നല്ല ടേസ്റ്റാണ്. ചിക്കൻ്റെ 2 പീസാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ടൊമാറ്റോ സോസ് ഒഴിച്ച് നമുക്ക് തരും. തായ്ലാൻഡ് നിവാസികളുടെ ഇഷ്ടവിഭവമാണ് കാണുന്നത്. നല്ല എണ്ണയിൽ വറുത്തു കോരിയ ഐറ്റങ്ങളാണ്. ഈ തേനീനെ വാങ്ങിയാൽ ഈർക്കിളി ഫ്രീ ആണ്. പാറ്റ, പുഴു ഇവർക്കൊന്നും ഈ ഓഫറില്ല. നമ്മൾ ചെമ്മീനും ഇടിയിറച്ചി ഉണ്ടാക്കുന്ന പോലെ എല്ലാം നല്ല മുരിഞ്ഞ ഐറ്റങ്ങൾ. തേളിനെ വറുത്തെടുക്കുമ്പോൾ അതിൻ്റെ കാലുകൾ അടർന്നു പോകാത്ത സൂക്ഷ്മതയോടെയാണ് ചെയ്യുന്നത്. ഭക്ഷണത്തിന് വേണ്ടി തയ്യാറാക്കുന്ന പുഴുക്കൾ, പുൽച്ചാടികൾ, തവളയിറച്ചി ഇതൊക്കെയാണ് വറുത്ത് വച്ചിരിക്കുന്നത്. ഈ പ്രദേശത്ത് ഇതെല്ലാം കൂടി വറുത്ത് കോരി വെച്ചിരിക്കുമ്പോൾ ഒരു പ്രത്യേക മണം അനുഭവപ്പെടുന്നു. നമുക്ക് ഒത്തിരി നേരം ഈ മണം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ അവിടെ നിന്നും അടുത്ത ഷോപ്പിലേക്ക് മാറി. ഇവിടെ അതാ ഇറച്ചി കൊണ്ട് വേറെ വിഭവം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. വിഭവത്തിൻ്റെ പേരറിയില്ലെങ്കിലും ഉണ്ടാക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. വാക്കിംഗ് സ്ട്രീറ്റിൽ ആളുകൾ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. കുറച്ചും കൂടി കഴിയണം മാർക്കറ്റ് ഒന്ന് സജീവമാകാൻ. പകൽ വണ്ടിയിൽ പോകുന്ന ഒരു പൊതുവഴിയാണിത്. 6 മണിക്ക് ശേഷം ഇത് വാക്കിംഗ് സ്ട്രീറ്റായി മാറും. കരിക്കിൻ ഷേക്കാണിത്. 50 ബാത്താണ് ചാർജ്. പല ജ്യൂസുകളും ഇവിടെ റെഡിയാണ്. ഞങ്ങൾ 2 കരിക്കിൻ ഷേക്കാണ് മേടിച്ചത്. തുർക്കി വിഭവമായ തുർക്കി ഐസ്ക്രീമിൻ്റെ ഒരു സ്റ്റാള് ഇവിടെയുണ്ട്. ഇവിടെ വരുന്ന എല്ലാവരെയും കുറച്ചു നേരം കളിപ്പിച്ചിട്ടേ ഐസ്ക്രീം കൊടുക്കൂ. എല്ലാവർക്കും അതൊരിഷ്ടമാണ്.
ഇവിടെ അതാ ഒരു ഗെയിം നടക്കുന്നു. 20 ബാത്ത് കൊടുത്താൽ 5 പന്ത് കിട്ടും. ആ പന്ത് കൊണ്ട് ഒരു പെൺകുട്ടിയെ എറിഞ്ഞു വീഴിക്കണം. എയറിൻ്റെ ശക്തി കൊണ്ട് ആ പെൺകുട്ടി വെള്ളത്തിൽ വീഴും. ഇതാണ് ഗെയിം. പന്തുകൾ എറിയുന്നത് മാത്രം മെച്ചം, ഒന്നും കൊള്ളുന്നില്ല. ഇവിടെ അതാ സഞ്ചാരികളെ രസിപ്പിക്കാൻ വേണ്ടി പൊക്കം കൂടിയ ഒരു മനുഷ്യൻ. എല്ലാവരുടെയും കൂടി നിന്ന് ഫോട്ടോ എടുക്കുന്നു. മുക്കാല് പിടിപ്പിച്ച് നല്ല ബാലൻസറോട് കൂടിയാണ് നടത്തം. ഒന്ന് തെറ്റിയാൽ മറിഞ്ഞു വീഴും. ഒമ്പത് മണിക്ക് ശേഷമേ ഇവിടെ പബ്ബുകൾ തുറക്കാൻ പറ്റുകയുള്ളൂ. ജാനറ്റ് പബ്ബ് തായ്ലാൻഡിലെ പ്രശസ്തമായ ഒരു പബ്ബാണിത്. ഗുജറാത്തിക്കാരുടെ പബ്ബാണിത്. തായ്ലാൻഡിലെ പബ്ബുകളിൽ ഭൂരിപക്ഷവും ഇന്ത്യക്കാരുടെ ആണ്. പബ്ബിൻ്റെ ഫ്രണ്ട് വശം മുഴുവനും LED സ്ക്രീൻ കൊണ്ട് പൊതിഞ്ഞ് നല്ല 3D ഡിസ്പ്ലേ ഇട്ടിരിക്കുന്നു. പബ്ബിൻ്റെ ഫ്ലോറിങ്ങും 3D സ്ക്രീൻ കൊണ്ടാണ് നിർമ്മിതി. തിരമാലകൾ അലയടിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഡിസൈനിങ്. ഞങ്ങൾ പബ്ബിൻ്റെ അകത്ത് കയറി. ഭയങ്കരമായ വോളിയത്തിലാണ് പാട്ടുകൾ വെച്ചിരിക്കുന്നത്. ഒരു DJ പാർട്ടി പോലെയാണ്. ധാരാളം ലൈറ്റുകൾ കൊണ്ട് ആകർഷണീയമാണ് ഉൾവശം. ഒരാഴ്ച നീണ്ടുനിന്ന
തായ്ലാൻഡ് യാത്ര ഇവിടെ അവസാനിക്കുന്നു. ഞങ്ങൾ തിരിച്ച് ബാങ്കോക്ക് എയർപോർട്ടിൽ വന്നു. ഫ്ലൈറ്റിനായി കാത്തിരുന്നു. എയർപോർട്ടിൻ്റെ ഷോപ്പിംഗ് മാളിൽ നിന്നും കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. ബാങ്കിൻ്റെ പ്രയോറിറ്റി പാസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ നേരെ എയർപോർട്ട് ലോഞ്ചിൽ കയറി. ഇതൊക്കെയാണ് കഴിക്കാനുള്ള വിഭവങ്ങൾ. തായ്ലാൻഡ് കാഴ്ചകൾ എന്ന ഈ പരമ്പര ഇവിടെ അവസാനിക്കുന്നു. ഇനി മറ്റൊരു രാജ്യത്ത് പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരയ്ക്കും ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. താങ്ക് യു.